28 years later ദ ബോൺ ടെമ്പിൾ. ഞാൻ ഈ ഒരു സിനിമ കൂടെ കണ്ടപ്പോൾ ഉറപ്പിച്ചൊരു കാര്യമുണ്ട്. ഞാൻ ലൈഫിൽ തന്നെ കണ്ട വൺ ഓഫ് ദ ബെസ്റ്റ് സോംബി സീരീസ്, വൺ ഓഫ് ദ ബെസ്റ്റ് ഫ്രാഞ്ചൈസിൽ ഒന്നാണ് 28 years later ദ ഫിലിം സീരീസ്. ഭയങ്കര ഗംഭീര എക്സ്പീരിയൻസ്, ഭയങ്കര ഒരു പുതിയ ഒരു സോംബി മൂവി എക്സ്പീരിയൻസ് ആണ് ഇതിൽ ഓരോ സിനിമകളും എനിക്ക് ഓരോന്നായി തന്നത്. കാണുവാണെങ്കിൽ 1, 3, 4 അങ്ങനെ കണ്ടാൽ മതി. ഇത് ആ ഒരു 1, 3, 4 അലക്സ് ഗാർലൻഡ് എന്ന റൈറ്റർ എഴുതിയത്. ഈ അലക്സ് ഗാർലൻഡ് എഴുതാത്ത ഒരു സിനിമയായിരുന്നു 28 weeks later. അതുകൊണ്ട് തന്നെ അത് ഈ സീരീസിൽ ഒരു കണക്ഷനും ഇല്ല, ഒരു പോരാത്തൊരു സിനിമ കൂടെയായിരുന്നു. സോ കാണുവാണെങ്കിൽ വീണ്ടും പറയാണ് 28 days later, 28 years later, 28 years later ദ ബോൺ ടെമ്പിൾ കാണാം. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, അലക്സ് ഗാർലൻഡ് ഇസ് വൺ ഓഫ് ദ മോസ്റ്റ് ഫൈനസ്റ്റ് റൈറ്റേഴ്സ് ഇൻ ഹോളിവുഡ്. ഭയങ്കര കമ്മിങ് ഓഫ് ഏജ് റൈറ്ററാണ്, ഭയങ്കര പുതുമയാണ് ഓരോ സിനിമകളോടെയും സമ്മാനിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങേരുടെ സിനിമകളാണ് ഇതുവരെ ഈ ഫ്രാഞ്ചൈസിലെ മെയിൻ സിനിമകളൊക്കെ ഡയറക്റ്റും റൈറ്റും ചെയ്തത്. ഡയറക്ടർ മെയിൻലി ഡാനി ബോയിൽ ആയിരുന്നു, റൈറ്റർ ആയിരുന്നു അലക്സ് ഗാർലൻഡ്, രണ്ടാമത്തെ സിനിമ ഒഴിച്ച്. പക്ഷെ ഈ ഒരു സിനിമ ഡയറക്ട് ചെയ്തത് നിയ ഡക്കോസ്റ്റയാണ്. നിയ ഡക്കോസ്റ്റ എന്ന് വെച്ച് കഴിഞ്ഞാൽ മിസ് മാർവൽ എന്ന സിനിമയുടെ ഡയറക്ടറാണ്. നിയ ഡക്കോസ്റ്റയുടെ സിനിമകളെ നോക്കി, പക്ഷെ എനിക്ക് ഒരു രീതിയിലും കണക്ട് ആവുന്ന സിനിമകളായിരുന്നു. പക്ഷെ ഏതായാലും ഈ ഒരു സിനിമയിൽ ഒരു നല്ലൊരു സ്ക്രീൻ പ്ലേ റൈറ്റർ അല്ലെങ്കിൽ നല്ലൊരു സ്ക്രിപ്റ്റ് റൈറ്റർ ഉണ്ടെങ്കിൽ ഏതൊരു ഡയറക്ടറും നല്ല പുല്ല് പോലെ വർക്ക് ചെയ്യുന്ന ഈ സിനിമ വീണ്ടും തെളിയിച്ചിരിക്കുകയാണ്. അതേപോലെ തന്നെ എനിക്ക് ഈ സിനിമയാണ് ഏറ്റവും രീതിയിൽ ബുദ്ധിമുട്ട് തോന്നിയത്. ഭയങ്കര ബുദ്ധിമുട്ട് എന്ന സിനിമ കണ്ടിരിക്കണം തന്നെ, വെരി ഡിസ്റ്റർബിങ്. എനിക്ക് ഈ പ്രീക്വല് പോലും അങ്ങനത്തെ ഒരു ഫീൽ കിട്ടിയില്ല. ഭയങ്കര ടെൻഷൻ, ഭയങ്കര ഡിസ്റ്റർബിങ് രീതിയിലാണ് ഇതിന്റെ സ്റ്റോറി ടെല്ലിംഗ് കടന്നു പോയിരിക്കുന്നത്. അതേപോലെ തന്നെ നല്ല രീതിയിൽ വയലൻസ്, നല്ല രീതിയിൽ ബ്ലഡ് ഷെഡ്. സോ ഫെയിൻ ഹാർട്ടഡ് ആൾക്കാർക്കേ ഉള്ളതല്ല. ഞാൻ വീണ്ടും ഇങ്ങനെ പറയുന്നതിന്റെ കാരണം അത്രയും രീതിയിൽ ഇന്റൻസ് വയലൻസും ഇന്റൻസ് ബ്ലഡ് ഷെഡും ഉള്ളതുകൊണ്ട് തന്നെയാണ്. സോ അതൊക്കെ ഓർത്ത് വേണം ഈ ഒരു സിനിമ കാണാനായിട്ട്. പിന്നെ ഇതിന്റെ വിഷ്വൽസ്, സൗണ്ട് ഡിസൈൻ, മ്യൂസിക്, എഡിറ്റിംഗ്, പ്രൊഡക്ഷൻ ഡിസൈൻ, ആർട്ട് വർക്ക്, പിന്നെ ഇതിന്റെ മേക്കപ്പ്, എല്ലാം ഒന്നിനൊന്ന് വേറെ ലെവല്. ഭയങ്കര അടിപൊളി വർക്കാണ് ഇതിന്റെ ഹോൾ ടീം ചെയ്തു വെച്ചിരിക്കുന്നത്. അതേപോലെ പ്രീക്വല് കണ്ടവർക്ക് അറിയാം, ആ ഒരു പ്രീക്വല് എൻഡ് ചെയ്തത് കുറച്ചും കൂടെ ഒരു ഗുഡ് നോട്ടിലായിരുന്നു. പക്ഷെ അത് ബാഡ് നോട്ടാണ് നമുക്ക് ഈ പടം കാണുമ്പോഴേ നമുക്ക് മനസ്സിലാവുള്ളൂ. അതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞു, അലക്സ് ഗാർലൻഡ് ഇസ് എ വെരി അൺപ്രഡിക്റ്റബിൾ ആൻഡ് വൺ ഓഫ് ദ മോസ്റ്റ് ഫൈനസ്റ്റ് റൈറ്റേഴ്സ് ഇൻ ഹോളിവുഡ്. ആൻഡ് അതേപോലെ തന്നെയാണ് ഇതിന്റെ ഡയറക്ടറും ഇതിന്റെ ടെക്നിക്കൽ ടീമും എല്ലാ ഡിപ്പാർട്ട്മെന്റും വർക്ക് ചെയ്തിരിക്കുന്നത്. സോ ഈ പടം തിയേറ്ററിൽ മസ്റ്റ് വാച്ച് ആണ്. നല്ലൊരു എക്സ്പീരിയൻസ് തിയേറ്ററിൽ തന്നെ കിട്ടുള്ളൂ. പിന്നെ വേറൊരു ക്യാമിയോ ഉണ്ട് അവസാനത്തെ ഒരു 6-7 മിനിറ്റില്. അത് ശരിക്കും ഒരു സർപ്രൈസ് ആണ് കേട്ടോ. ചില സർപ്രൈസ് ആണെങ്കിലും ഈ ഒരു സർപ്രൈസ് ആവണമെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് പാർട്ട് കണ്ടേ പറ്റും, എന്നാലേ സർപ്രൈസ് ആവുള്ളൂ. അത് വെളിപ്പെടുത്തിയ കാര്യമൊന്നും അറിയില്ല. ഏതായാലും ആ ഒരു സർപ്രൈസ്, ആ ഒരു ക്യാമിയോ കലക്കി. അതുകൊണ്ട് തന്നെ അടുത്ത പാർട്ട് കാണാൻ മുട്ടുക്കത്തെ വെയിറ്റിംഗ് ആണ്. അത് നന്നായി. ആ ഒരു വേൾഡിൽ അവർ ഇങ്ങനെ കണക്ട് ചെയ്തത് വളരെ നല്ല കാര്യമായിട്ട് തോന്നി. സോ അതിനു വേണ്ടി വീണ്ടും പറയാണ്, ഫസ്റ്റ് പാർട്ട് കാണുക, തേർഡ് പാർട്ടും കാണുക. പിന്നീട് ഈ ഒരു സിനിമയ്ക്ക് പോയി തലവെക്കാൻ പാടുള്ളൂ ഞാൻ പറയുകയാണ്. അല്ലെങ്കിൽ ആ ഒരു ഡെപ്തും കണക്ഷൻ നമുക്ക് ഫീൽ ചെയ്യില്ല. നമുക്ക് ഒരു രീതിയിലുള്ള എക്സൈറ്റ്മെന്റ് നമുക്ക് തോന്നൂല ഈ ഒരു സിനിമ കാണുമ്പോൾ. സോ എല്ലാം കണ്ടിട്ട് വേണം പോയി കാണാനായിട്ട്. തിയേറ്ററിൽ തന്നെ പോയി കാണുക, കണ്ടിട്ട് അഭിപ്രായം പറയുക. ഫോർ മോർ റിവ്യൂസ് പ്ലീസ് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. അബി റിവ്യൂസ്.